നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊച്ചി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥ സ്വപ്നയെ സസ്പെൻഡ് ചെയ്യും. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ എ സ്വപ്നയെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം. ഓവർസിയർ ഗ്രേഡ് 1 ഉദ്യോഗസ്ഥയാണിവർ. കൊച്ചി മേയർ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ബിൽഡിംഗ് ഡ്രോയിംഗ് പെർമിറ്റിന് അനുമതി നൽകാൻ 15,000 രൂപയാണ് ഇവർ ആവശ്യപ്പെട്ടത്. ബുധനാഴ്ച വൈകിട്ട് വൈറ്റില പൊന്നുരുണിയിൽ വെച്ച് കെട്ടിട നിർമ്മാണ പെർമിറ്റിനായി പണം വാങ്ങുമ്പോഴായിരുന്നു നാടകീയമായി വിജിലൻസ് സംഘം ഇവരെ പിടികൂടിയത്. തൃശൂർ വിജിലൻസ് സ്പെഷ്യൽ ജഡ്ജി ജി അനിലിന് മുന്നിൽ ഹാജരാക്കിയ സ്വപ്നയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ഔദ്യോഗിക കാലയളവിൽ സ്വപ്ന വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലാണ് വിജിലൻസ് സംഘം. വൈറ്റിലയിലെ കോർപ്പറേഷൻ സോണൽ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ വിജിലൻസ് രേഖകൾ പിടിച്ചെടുത്തു. നേരത്തെ നൽകിയ ബിൽഡിംഗ് പെർമിറ്റുകളുടെ രേഖകളിലും വിജിലൻസ് പരിശോധന നടത്തും. കോന്നിയിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. കോന്നി കുമ്മണ്ണൂർ കാഞ്ഞിരപ്പാറയിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. വനത്തിലാണ് ജഡം കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. എങ്ങനെയാണ് ചത്തതെന്ന് കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടം നടത്തും. നേരത്തെ ആഴ്ചകൾക്ക് മുമ്പ് അച്ചൻകോവിലാറ്റിൽ കല്ലേലിക്കടവിൽ കടുവയുടെ കുട്ടിയുടെ ജഡം കണ്ടെത്തിയിരുന്നു. കോന്നി വനം റേഞ്ചിലെ വനമേഖലയോട് ചേർന്ന് കല്ലേലി ജനവാസ മേഖലയുടെ സമീപത്തെ സൗത്ത് കുമരൻപേരൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് ജഡം കണ്ടെത്തിയത്. 1 വയസ്സുള്ള ആൺകടുവയാണ് ചത്തത്. 4 ദിവസത്തെ പഴക്കമുള്ള ജലം ആറ്റിലൂടെ ഒഴുകി വന്ന് നദിയിലെ മണൽത്തിട്ടയിൽ തങ്ങി നിന്ന നിലയിലായിരുന്നു. വനംവകുപ്പ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ BGCB, മൃഗസംരക്ഷണ വകുപ്പിലെ വെറ്റിനറി സർജൻ ഡോക്ടർ ആനന്ദാർ കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ കുമ്മണ്ണൂർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ജഡം മറവ് ചെയ്തു. പൊതിച്ചോർ ശേഖരണത്തിനിടെ ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് മർദ്ദനമേറ്റ സംഭവം. കോൺഗ്രസ് പ്രവർത്തകനെതിരെ കേസ്. കോൺഗ്രസ് നേതാവ് പ്രഭാകരനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അന്യായമായി തടഞ്ഞുവെച്ചതിനും കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ തെറിവിളിച്ചതിനുമാണ് കേസ്. ഡിവൈഎഫ്ഐയുടെ പരാതിയിലാണ് കണ്ണമ്മ പോലീസ് കേസെടുത്തത്. ഇന്നലെയായിരുന്നു സംഭവം നടന്നത്. ഡിവൈഎഫ്ഐ നേതാക്കളായ ശരത്, ലാലു എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ഇയാൾ മർദ്ദിച്ചതെന്നാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗം. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഡിവൈഎഫ്ഐ പുറത്തുവിട്ടിരുന്നു. വാഹനാപകടം. അമ്മയ്ക്കും 1.5 വയസ്സുകാരനും ദാരുണാന്ത്യം. പാലക്കാട് മാട്ടുമന്ത സ്വദേശി അഞ്ജു, മകൻ ശ്രിയാൻ, ശരത് എന്നിവരാണ് മരിച്ചത്. കല്ലേക്കാട് വെച്ച് ഇവർ സഞ്ചരിച്ച ഇരുചക്ര വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടമുണ്ടായത്. സ്കൂട്ടർ നിയന്ത്രണം തെറ്റി റോഡിന് സൈഡിൽ കൂട്ടിയിട്ടിരുന്ന പൈപ്പിലിടിച്ച് മറിയുകയായിരുന്നു. ഇരുവരെയും അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംസ്ഥാനത്ത് 8 ജില്ലകളിൽ വെള്ളിയാഴ്ച ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട്, കോഴിക്കോട്, കൊല്ലം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഉയർന്ന താപനിലയ്ക്ക് സാധ്യത. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ താപനില 37°C വരെയും, കൊല്ലം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36°C വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉച്ചയ്ക്ക് 1 മണിക്ക് പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നത്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ഇന്ന് ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പിലുണ്ട്.